ഗൈസ്, ഇന്ത്യ ഈ വരുന്ന 4-ാം തീയതി തായ്ലൻഡിനെതിരെ ഒരു ഫ്രണ്ട്ലി കളിക്കാൻ പോവുകയാണ്. AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കൊക്കെ മുമ്പ് നടക്കാൻ പോകുന്ന മത്സരമാണ്. ഹോങ്കോങ്ങിനെതിരെയാണ് ഇന്ത്യക്ക് കളിക്കേണ്ടത് ആ പ്രധാന മത്സരം. അതിന് മുമ്പാണ് തായ്ലൻഡിൽ പോയി ഒരു ഫ്രണ്ട്ലി കളിക്കുന്നത്. ഹോങ്കോങ്ങിനെതിരെ കളിക്കുന്നതിന് മുമ്പ് തായ്ലൻഡിനെതിരെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല മത്സരം തന്നെയായിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഫിഫ റാങ്കിങ്ങിൽ 99-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. മുമ്പ് 97-ാം സ്ഥാനത്താണ്. ഈ കഴിഞ്ഞ ഡേറ്റ്സിലാണ് 2 റാങ്ക് ഒന്ന് താഴേക്ക് ഇറങ്ങുന്നത്. എന്താണെങ്കിലും ഇന്ത്യയെക്കാൾ ഏതാണ്ട് 28 റാങ്കിങ് മുകളിലുള്ള ഒരു രാജ്യമാണ്. നിലവിൽ നല്ല ഫോമിൽ നിൽക്കുന്ന രാജ്യമാണ്. ആസിയാൻ മേഖലയിൽ നിന്ന് ഉള്ളൊരു രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. മസ്റ്റാഡ ഇഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പാനീസ് പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. 2023 മുതലാണ് അവരുടെ പരിശീലക സ്ഥാനത്തേക്ക് ഇദ്ദേഹം എത്തുന്നത്. ഇദ്ദേഹത്തിന് ജപ്പാനിൽ ഇപ്പം അവിടുത്തെ ഒരു പ്രമുഖ ക്ലബ്ബായിട്ടുള്ള കാഷിമ ആൻറ്റ്ലേഴ്സിൻ്റെ പരിശീലകനായിരുന്നു. അവിടെ അവർക്കൊപ്പം ജെ ലീഗ് ഉൾപ്പെടെ നിരവധി ട്രോഫീസ് വിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2016 ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കാഷിമ എത്തിയിരുന്നു. അപ്പം ആ സമയത്ത് അവരുടെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം തായ് ലീഗിലേക്കൊക്കെ എത്തുന്നത്. 2023 തായ്ലൻഡ് ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്കും അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തായ്ലൻഡിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആസിയാൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ വരെയൊക്കെ എത്താൻ സാധിച്ചിരുന്നു. 2024 തായ് കിങ്സ് കപ്പ് സിറിയയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ തന്നെ ഒരു കാര്യം പരിശോധിക്കുന്ന സമയത്ത് വിയറ്റ്നാമിനെതിരെ ആസിയാൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ തോൽവികൾ തന്നെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ശക്തരായിട്ടുള്ള എതിരാളികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ചൈനയ്ക്കെതിരെ ലെബനനെതിരെയും ഡ്രോയാണ്. സിറിയ, സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ എതിരെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒടുവിൽ AFC ക്വാളിഫയർ മത്സരം ശ്രീലങ്കയ്ക്കെതിരെയാണ് കളിച്ചത്. അതായത് അവരുടെ ആദ്യത്തെ മത്സരം. നമ്മൾ ബംഗ്ലാദേശിനെതിരെ മത്സരം കളിച്ചിട്ടുള്ള സമയത്താണ് അവർ ശ്രീലങ്കയ്ക്കെതിരെ കളിച്ചത്. ആ മത്സരത്തിൽ 1-0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കോറിൽ വിജയിക്കാൻ സാധിച്ചു. അതിന് മുമ്പ് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിരുന്നു. ആ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാലും 2-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇതുവരെ വേൾഡ് കപ്പിലേക്കൊന്നും യോഗ്യത നേടാത്ത ടീമാണ്. ഏഷ്യൻ കപ്പിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 വർഷവും യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയും കഴിഞ്ഞ 2 വർഷങ്ങളിലും യോഗ്യത നേടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആ 2 വർഷങ്ങളിലും റൗണ്ട് ഓഫ് 16-ലേക്കുള്ളൊരു യോഗ്യത നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. 2019 ഇന്ത്യയുടെ അതേ ഗ്രൂപ്പിലായിരുന്നു. ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടെങ്കിൽ കൂടി അവർക്ക് പിന്നീട് നല്ല പ്രകടനം നടത്തിയിട്ട് ആണ് റൗണ്ട് ഓഫ് 16-ലേക്ക് കടന്നത് എന്നുള്ളതാണ്. ഇപ്പം ആസിയാൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടീമാണ്. ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുള്ള ടീമാണ്. ഇക്കഴിഞ്ഞ വേർഷനിൽ 2024 വിയറ്റ്നാമിനെതിരെ തോറ്റ് ഫൈനലിൽ അവർക്ക് കിരീടം നഷ്ടമായെങ്കിൽ അതിന് മുമ്പുള്ള 2 എഡിഷനുകൾ, അതായത് 2022, 2020 വർഷങ്ങളിൽ ഇവരായിരുന്നു ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി ഇവരുടെ കീ പ്ലേയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ താരം അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ചനാദീപ് സോങ്കറാസൻ എന്ന് പറഞ്ഞിട്ടുള്ള 31 വയസ്സുകാരനായിട്ടുള്ള അവരുടെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ കൂടിയായിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ തായ് മെസ്സി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്കിൽഫുള്ളായിട്ടുള്ള മൂവ്മെൻറ്റ്സും അതുപോലെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇദ്ദേഹത്തെ ഞാൻ 2019 മുതൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു താരമാണ്. അന്ന് ഇദ്ദേഹം ഒരു യങ്സ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, അന്ന് ഇന്ത്യക്കെതിരെ ആ ഒരു മത്സരം കളിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞത്. അന്ന് അദ്ദേഹം ജെ ലീഗിലൊക്കെയാണ് കളിച്ചു വന്നിരുന്നത് എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം തായ്ലൻഡ് ക്ലബ്ബായിട്ടുള്ള പാത യുണൈറ്റഡിലാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിനായിട്ട് 130+ മത്സരങ്ങൾ ജപ്പാനിലെ ജെ ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 70 മുകളിൽ മത്സരങ്ങൾ ഇതിനോടകം തന്നെ തായ്ലൻഡിന് വേണ്ടി അന്താരാഷ്ട്ര ലെവലിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കീ പ്ലെയറാണ് ഫോർവേഡ് ആയിട്ടുള്ള സുപചായ് ചായ്ഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള 26 വയസ്സുകാരനായിട്ടുള്ള താരമാണ്. നിലവിൽ അദ്ദേഹം ബുറാം യുണൈറ്റഡിലാണ് കളിക്കുന്നത്. നിലവിലെ തായ് ലീഗിൽ 10 ഗോൾസൊക്കെ അദ്ദേഹത്തിന് അടിക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു മികച്ച പെർഫോമൻസാണ് നടത്തിയത്. 41 അന്താരാഷ്ട്ര മത്സരങ്ങൾ തായ്ലൻഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 7 ഗോളുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി തായ്ലൻഡും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ 25 തവണയാണ് ഇരുവരും പരസ്പരം നേരിട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യക്ക് 7 വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ തായ്ലൻഡിന് 11 വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു. 7 മത്സരങ്ങൾ സമനിലയിലും കലാശിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കളിച്ച 2 മത്സരങ്ങൾ 2019 ഈ പറഞ്ഞ ഏഷ്യൻ കപ്പിൻ്റെ മത്സരം ജനുവരി സമയത്ത് കളിച്ചു. അതിൽ 4-1 എന്ന് പറയുന്നൊരു വിജയം നേടാൻ സാധിച്ചിരുന്നു. അതിനുശേഷം തായ് കിങ്സ് കപ്പിൽ ഇൻവിറ്റേഷൻ കിട്ടി ഇന്ത്യ പോയി കളിച്ചു. തായ്ലൻഡിനെതിരെ ഒരു 1-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കി. അതായത് അവസാനത്തെ 2 മത്സരങ്ങളിലും ഇന്ത്യക്കാണ് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇതൊക്കെയാണ് നോർ ഒപ്പോണൻസിൽ പറഞ്ഞ തായ്ലൻഡിനെ പറ്റി പറയാനുള്ളത്. നമുക്കിനി മാച്ച് പ്രിവ്യൂവിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.